അപ്പോൾ ഗൈസ് നമ്മൾ ആ മിസ്ക് അഡ്വഞ്ചറിൻ്റെ കീഴിൽ ഇന്നൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് യാത്ര. അപ്പോൾ ഇന്ന് ഏകദേശം 8 മണിക്കാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം ഒരു 4 മണിക്ക് അവിടെ എത്തും. ഇന്ന് അവിടെ ഡോർമെട്രിയിൽ താമസിച്ച് നാളെ രാവിലെ പുലർച്ചെയാണ് ട്രക്കിംഗ് വരുന്നത്. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര. നമ്മൾ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതാ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗഫൂറേ, അപ്പോൾ ഇതിൽ കാണുന്ന ഇത്രയും പേരാണ് നമ്മളെ യാത്രക്കുള്ളത്. ഏകദേശം 22 പേര്, ഡ്രൈവർ അടക്കം 22 പേരുണ്ട്. അപ്പോൾ പുത്തനത്താണി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഹലാ മാളിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും NH-66 പണികളുടെ ഭാഗമായിട്ട് പുത്തനത്താണി ടൗണ് പൊളിച്ചിട്ടില്ല. ടൗണിൻ്റെ ബാക്കിലൂടെയാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊന്നും പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് സ്റ്റൈൽ ഓഫ് ഫർണിച്ചറിൻ്റെ അടുത്തെത്താനാവുമ്പോൾ ഏകദേശം പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏകദേശം ചില്ലറ വർക്കുകളെ കംപ്ലീറ്റ് ആവാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ചുങ്കത്ത് വളവെത്തുമ്പോഴേക്കും വീണ്ടും പഴയ ടൈപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഒന്നും പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലാണ്. മിസ്ക് മെമ്പറായിട്ടുള്ള മുസ്തഫയെ വലിയൊന്ന് വെച്ച് കണ്ടു. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. എല്ലാവരും നല്ല എൻജോയ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് കാളകളെ എല്ലാം കണ്ടു. ഇനി എല്ലാവർക്കും അവിടെ എത്തുന്ന ഒരു ആകാംക്ഷയിലാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ആരംഭിക്കുന്നു ടീം കലബലയുടെ ഗാനമേള. ആദ്യ ഗാനവുമായി എത്തുന്നു നജീബ് ബാബു. നിങ്ങളുടെ പ്രിയ ഗായകൻ നജീബ് ബാബുയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അപ്പോൾ ഗൈസ് നമ്മളെ ട്രക്കിങ്ങിൻ്റെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മിസ്ക് പറമ്പിക്കുളം ട്രക്കിങ് പുത്തനത്താണി മലപ്പുറം. സംഭാരാണിത്. ഈ ക്ലാസ്സിൽ ചോദിച്ചിട്ട് തരുന്നില്ല. എല്ലാ യാത്രയിലെയും പോലെ ഗഫൂർ മോന് ഇപ്രാവശ്യവും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും വെറും വിതരണമല്ല, എല്ലാവർക്കും വായിൽ കൊടുക്കുകയാണ് കേട്ടോ. ചെമ്മീൻ 200 കിലോ വില. പോകുന്ന വഴിക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന മീനുകളും നാടൻ മീൻ അങ്ങനെ ഒരുപാട് ഐറ്റം മീനുകൾ വിറ്റിരുന്നു കേട്ടോ. കണ്ണൻ, മുഷി അങ്ങനെ ഐറ്റംസ്. പിന്നെ അതാ ചെമ്മീൻ വിൽക്കുന്നു. അപ്പോൾ ഈ സ്ഥലം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കര ഉത്സവത്തിൻ്റെ അമ്പലമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആനകളും ഒരുപാട് ആനകളുണ്ടായിരുന്നു. പിന്നെ കാളുണ്ട്. കാള നമ്മളെ ഈ നാട്ടിൽ കാണുന്ന രീതിക്കുള്ള കാളല്ല അവിടെ ഉള്ളത്. വേറെ ഈ ടൈപ്പ് കാളയാണ് അവിടെ ഉള്ളത്. ഏതാണ് അമ്പലം എന്നുള്ളത് അറിയുന്നവരൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരുപാട് കാളകൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിരത്തി ഇട്ടിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ 11 മണിക്ക് ഈ കണ്ണടച്ചു നോക്കിയാലോ കാണാനഴകുള്ളവേ ഒന്നും കൂടെ നിന്നിക്കാണാൻ എന്തോരഴകാ
പാലക്കാട് ഡിസ്ട്രിക്ട് കടൽ തീരമില്ലാത്ത ജില്ലകളിൽപ്പെട്ട ഒന്നാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരുപാട് പുഴകളുണ്ട്. ഇതൊരു പുഴയാണ്. പുഴേൻ്റെ തുരുത്തിൽ ഒരുപാട് ആടുകൾ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുഴകളുണ്ടായത് കൊണ്ട് തന്നെ ഒരു നല്ല പച്ചപ്പാണ്. എനി ടൈമും പച്ചപ്പാണ് പാലക്കാട് ഡിസ്ട്രിക്ട് കേട്ടോ. ഒരുപാട് കൃഷികളാണ്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് പറയുന്നത്. ഒരുപാട് പാടങ്ങളും പാടത്തിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരുപാട് കരിമ്പനകളും കാണാം. ചന്ദനി പൂവായി വിരിഞ്ഞ മഞ്ഞത്തുള്ളിയാൽ നിന്നിൽ ഞാൻ വീഴും കാണാത്ത ഓരത്തായി തീരത്തെന്നെ എത്തിക്കുമോ സർവാധിനാഥനായ പ്രഭേ സർവാധിനാഥനായ പാലക്കാട് ഡിസ്ട്രിക്റ്റ് പ്രവേശിക്കുമ്പോൾ കനത്ത ചൂടാണെന്നുണ്ടെങ്കിലും കണ്ണിന് എപ്പോഴും കുളിർമ നൽകുന്ന പാടങ്ങളാണ് എപ്പോഴും എല്ലാ ഭാഗത്തും കാണുന്നത്. അത് തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. പച്ചപ്പ് കാണുന്നത് ഒരു പള്ളിയാണത്. കൊടുവായൂർ ടൗണിലൂടെയാണ് കേട്ടോ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ പാർസൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റൊക്കെ അവിടുന്ന് വണ്ടി നിർത്തി ഞങ്ങൾ വാങ്ങിച്ചു. അല്ല അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്നു. പിന്നെ നേരെ പൊള്ളാച്ചി വഴിക്കല്ലേ പോവാം. പൊള്ളാച്ചി വഴി പറമ്പിക്കുളം മീനാക്ഷിപുരമാണ് ഈ ടൗൺ കേട്ടോ. ഉച്ചയുടെ ശേഷം കലബലിയുടെ അപ്പോൾ ഗൈസ് തമിഴ്നാട് എത്തിയപ്പോൾ നമ്മൾ TVS സ്കൂട്ടർ കാണൽ തുടങ്ങി കേട്ടോ. ഒരുപാട് കാർഷിക ഗ്രാമങ്ങളാണ്. ട്രാക്ടർ അതെ. മല്ലർകൊടിയെ ഞാനെന്നും ബസ്സിൽ എത്ര കൊടുക്കണ്ടേ? 100 രൂപ അല്ലേ? അപ്പോൾ ആർട്ടിഒ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട് അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ 100 രൂപ അവിടെ കൊടുത്തു. അതിനുശേഷം വീണ്ടും പൊള്ളാച്ചി റൂട്ടിലൂടെ പോവുകയാണ് കേട്ടോ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും പുളിമരങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. ആ പെയിൻ്റ് അടിച്ച് വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ളൊരു ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ അടുത്തൊരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ എല്ലാവരും മൂത്രം ഒഴിക്കാൻ ഇറങ്ങി. പൊള്ളാച്ചി എത്താൻ നേരത്തുള്ള നല്ലൊരു ഏരിയ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. ഫുഡ് നമ്മൾ പാർസൽ കൊടുന്നായിരുന്നു കേട്ടോ. അപ്പോൾ സലീംക്ക എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. കേസ് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയും വേസ്റ്റ് ഇടില്ല കേട്ടോ. എല്ലാം വേസ്റ്റ് എല്ലാം കൊണ്ടുപോകും. എല്ലാവരും ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാരണവരെ ഫുഡ് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഫുഡ് നമ്മളെ ഫുഡീഷൻ്റെ കൂടെ ഒക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളുണ്ട്. ആ മൂപ്പരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? പൊളിപ്പാച്ചില്ലേ? സാധാരണ മിസ്കിന്റെ യാത്രയിലൊക്കെ നമ്മളൊരു ദേശീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാവും. പക്ഷെ ഇവിടെ അത് നമ്മളിന്നിപ്പോൾ നല്ല മീനൊന്നും സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഇന്ന് നല്ല നാടൻ ലഗോൺ ചിക്കൻ്റെ ബിരിയാണിയാണ്. ലഗോൺ ഇത് നമ്മളെ ഷിയാബിൻ്റെ സ്നേഹമാണ് കേട്ടോ. അവന് എനിക്ക് ഒരു പ്ലേറ്റൊക്കെ കൊടുന്നു. ഷിയാബേ, നല്ല കേര വൃക്ഷങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞേക്കുക. നമ്മളെ കേരളത്തിനെക്കാട്ടി വലിയ ഭംഗിയുണ്ടല്ലേ ഇതിവിടെ? നമ്മളെ തെങ്ങിന്റെ നാട് കേരളമാണ്. കേരളമാണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ തെങ്ങ് വളരെ നല്ല രീതിയിൽ കൃഷി തമിഴ്നാട്ടിൽ ആന്ധ്രയിലല്ല തമിഴ്നാട് ഏറ്റവും തെങ്ങ് കൃഷിനെ ഗൗരവമായിട്ട് സമീപിക്കുന്ന ആൾക്കാർ തമിഴ്നാട്ടുകാർ. നമ്മളെ അക്ബർക്കാണ് നല്ലൊരു കൃഷിക്കാരനും പ്രവാസിയും ബിസിനസ്സുകാരനുമാണ്. ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട്. അവിടെ റിസോർട്ട് പണിയാനുള്ള ഒരു റിസോർട്ട് പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടുണ്ട് ബിസിനസ്, റിസോർട്ട്, ഫ്ലാറ്റുകൾ എല്ലാം ഉണ്ട്. സൂപ്പർ
അടിപൊളി ബിരിയാണി ഉണ്ടോ? നമ്മളെ യാത്ര ഓരോന്ന് ആസ്വദിക്കുമ്പോൾ തന്നെ ഓരോ ഭക്ഷണങ്ങളും. ഇതിന്റെ ഈ ഫുഡിന്റെ ടേസ്റ്റ് മാത്രല്ല നമ്മൾ കഴിക്കാൻ തിരഞ്ഞെടുത്ത ആ സ്ഥലത്തിന്റെ പ്രത്യേകത, പിന്നെ എടുത്തു തരുന്ന ആളെ. അതെ, കൈപുണ്യം. പിന്നെ നമ്മൾ ആസ്വദിച്ച് ആ പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളൊരു ഭംഗി. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. വേസ്റ്റൊക്കെ ഞങ്ങള് പ്ലേറ്റ് എല്ലാം കവറിലാക്കി. അടിപൊളിയായി കഴിച്ചില്ലേ? ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല പുളിമരങ്ങളെല്ലാം കണ്ടിട്ടുള്ള യാത്രയാണ്. പൊള്ളാച്ചി ടൗൺ എത്തുന്നതിന് മുന്നേ നമുക്ക് തിരിയണം. കോട്ടൂര് அந்த സൈഡ് இந்த സൈഡ് റോഡില്ല. പുള്ളി കിട്ടിയാ പോകുന്ന യഥാർത്ഥ വഴിയിൽ ബ്ലോക്കാണ്. കോവിൽ എന്തോ ഒരു ഉത്സവർക്ക്. അപ്പോൾ വഴിയൊക്കെ തെറ്റിയിട്ട് ഇങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയിലാണ്. പക്ഷെ നല്ല നല്ല യാത്രകൾ, വഴിയൊക്കെ ആസ്വദിച്ച് പോകാറുണ്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വഴി തെറ്റിയത് കാരണം ഞങ്ങൾക്ക് നല്ല ഗ്രാമങ്ങളോടുള്ള തമിഴ്നാടൻ വീടുകൾ ഒരുപാട് കാണാൻ കഴിഞ്ഞു. അവിടുത്തെ വീട് കേരളത്തിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൈലുള്ള ചെറിയ ചെറിയ വീടുകളാണ്. എന്തായാലും ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ അതിനടുക്ക് തന്നെ നല്ല കേരവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കാണുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. വീടുകൾ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ഓടിട്ട വീടുകളാണ്. അതുകൊണ്ട് തന്നെ ചൂട് കുറയും. പിന്നെ പുളിമരങ്ങളടിയിൽ ഉള്ള ആ റോഡിലേക്ക് വീണ്ടും ഞങ്ങൾ പ്രവേശിച്ചു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് നിർത്തിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ചേറ്റുമട. നല്ല പൊരിക്കടികളൊക്കെ ഉണ്ട്. ഇത് സ്വീറ്റാണോ? പൊക്കോട. കോട്ടപ്പുറം സലാംക്ക ബാവാക്ക എങ്ങനെയുണ്ട് ചായ? നല്ല ചായയാണ്. ഞാൻ മരം കുറച്ച് പറഞ്ഞായിരുന്നു, എന്നാലും നല്ലുണ്ട്. മലയാളമൊക്കെ പറയാം. മധുരം തീരെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരം. അല്ല, ഞാൻ കുറച്ച് മധുരം മതി എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചായ ഒന്ന് കുടിച്ചിട്ട്? നല്ല അടിപൊളി പക്കോട. നല്ല മസാല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ പക്കോട ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇവിടെ മാത്രം കിട്ടുന്ന റേറ്റാണ് തന്നെ. ഒന്ന് തിന്ന് നോക്കല്ലേ? സ്റ്റോപ്പിൽ കിട്ടൂല. സേതുമഠം. ഞാൻ കരുതിയത് ബാവാക്ക തള്ളിൽ കുറവാണെന്ന്. മൂപ്പരും നല്ല തള്ളാട്ടാ. അടിപൊളി. നമ്മളെ ട്രക്കിങ്ങിലെ പുതിയൊരു മെമ്പറാണ്. പേര് പറഞ്ഞ ആഷിക്കിന് ഒരു ചാനലുണ്ട്, റൂട്ട് മാപ്പ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് ഇവിടെ ഫോറസ്റ്റിലെത്തിയിട്ട് മുമ്പിൽ വീഡിയോ എടുത്തത്. ചായ ഒക്കെ കഴിച്ചു. സലീംക്ക അല്ലേ? ചായ വരമ്പനാളെ. ഓ, ഫേമസ് സിറ്റി വരമ്പനാല. അങ്ങനെ സേതുമട ടൗണിൽ നിന്നും നമുക്ക് വലതുവശത്തേക്കുള്ള റോഡിലൂടെയാണ് തിരിഞ്ഞു പോകേണ്ടത്, പറമ്പിക്കുളത്തേക്ക്. അങ്ങ് ദൂരെയായിട്ട് നല്ല മല നിരകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ആനമലൈ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റാണ് പൊള്ളാച്ചി. അപ്പോൾ നമ്മളെ ഒരു മെമ്പർ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ എത്ര മെമ്പേഴ്സ് പോകുന്നുണ്ട് എന്നുള്ള ലിസ്റ്റൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയാണ് ഈ നിൽക്കണം കേട്ടോ. ഫോറസ്റ്റ് എത്തി. സമയം 3:30. ഈ ടൈമിനൊന്നും കാണാൻ സാധ്യതയില്ല. ഇവിടെ 3:30 തന്നെ നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ എന്തെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. സേതുമട ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പറമ്പിക്കുളത്തോട്ട് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഫുള്ള് അവിടെ ഈ ചെക്ക് പോസ്റ്റ് മുതൽക്ക് അവിടെ എത്തുന്ന വരെ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ്. നല്ല ഫോറസ്റ്റാണ് കേട്ടോ. ആ പ്രതീക്ഷയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സലീംക്ക
കാട്ടുപോത്ത് അതോട് സാധാരണ ഉണ്ടാകും. നമ്മൾ ഫസ്റ്റ് മൃഗത്തിനെ സ്പോട്ട് ചെയ്തിട്ടാ കാട്ടുപോത്ത്. അടിപൊളിയായി. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയം ഫെബ്രുവരി ലാസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഫോറസ്റ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് കരിയിലകളാണ് റോഡിൻ്റെ 2 സൈഡിലും കരിയിലകൾ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് സൈറ്റിങ് കാട്ടുപോത്താണ്. ഹാപ്പിയായി, സന്തോഷമായി. ഇതിനു മുമ്പ് ഞാൻ പറമ്പിക്കുളത്ത് ഒരു തവണ സന്ദർശിച്ചിട്ടുണ്ട്. അത് വർഷക്കാലത്തായിരുന്നു. നല്ല പച്ചപ്പായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഒറിജിനൽ തേൻ വേണം. അപ്പൊ നമ്മളെ ഡ്രൈവർക്ക് ഒറിജിനൽ തേൻ വേണം എന്ന് പറഞ്ഞാണ് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പറമ്പിക്കുളത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടി നിർത്തി ഇവിടുന്ന് നമ്മൾ പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽ എല്ലാം ഈ ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകാൻ. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ ഡോർമെട്രി, സഫാരി പോയിൻ്റ്, എല്ലാ കാര്യങ്ങളും ഉള്ളത് കേട്ടോ. രാവിലെ 7 മണി മുതൽക്ക് വൈകുന്നേരം 4 മണി വരെയൊക്കെ മാത്രമാണ് കേട്ടോ ഈ വഴിക്കുള്ള എൻട്രി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു യാത്ര തന്നെ ഒരു ഫോറസ്റ്റ് സഫാരി എടുക്കുന്ന ഒരു ടൈപ്പിലുള്ള യാത്രയാണ്. പക്ഷേ ഈ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണുമോ എന്നുള്ള ഒരു സംശയമുള്ളത് കേട്ടോ. ഇവിടെ നല്ലൊരു തടാകം കാണുന്നുണ്ട്. വെള്ളം കെട്ടി നിർത്തിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ കാട്ടുചോല വരുന്ന സംഭവങ്ങളൊക്കെ കെട്ടി നിർത്തിയാണ് വെള്ളം കേട്ടോ. ഇവിടെ ഒരു നാച്ചുറലായിട്ടുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു ആംബിയൻസിലാണ് നമ്മളുള്ളത്. അടിപൊളി. ഈ ആളുങ്ങളെ കൂടെ ഉള്ള ആളാണോ? രാത്രി ഒരാളിവിടെ കിടക്കും. ഒരാളിനെ കിട്ടിയാൽ ആ കടുവന്റെ വിശപ്പ് മാറിക്കോളും. ഒരാളിനെ കിട്ടിയാൽ ആരെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാൾ നിർത്തി ആ ആളെ തന്ന് നല്ലൊരു നിർമ്മിതിയാണ് കേട്ടത്. ആന, സിംഹം, മാന് എല്ലാ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഓ മുതലുണ്ട അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്രീൻ ഫോറസ്റ്റിലേക്ക് കടന്നു കേട്ടോ. കേരളം ബോർഡർ കടന്നതോടുകൂടി ഫോറസ്റ്റ് ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ നടന്നു. ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? ഡോർമെട്രിയിലേക്ക് ഇനി 5 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. നമ്മളാ ഫ്രണ്ടിൽ കണ്ട ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ കേട്ടോ. പുലി കാണണ്ട. ഗൈസ് നമ്മൾ പറമ്പിക്കുളത്ത് എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസറാണ് അത് കാണണം. മുരുകേശനൊന്ന് വിളിച്ചു വരാം. അപ്പൊ ഇനി നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്? നേരെ താമസ സ്ഥലത്തേക്ക് പോവാണോ അതോ? നമുക്ക് ഇനി ഒരു ഗൈഡിനെ തരും. നമ്മള് ആ ഗൈഡിനെ വെച്ചിട്ട് അവര് പറഞ്ഞു തരും നമുക്ക് ഇനി എന്തൊക്കെ പ്ലാനുകൾ ഉള്ളതെന്നുള്ളത്. നമുക്ക് കാട്ടിൽ നമുക്കൊരു ട്രക്കിംഗ് ഒരു വിസിറ്റ് ഉണ്ടാവും. വണ്ടിയിട്ട് നമ്മൾ പോയിട്ട് മൃഗങ്ങൾ കൂടുതൽ കാണുന്ന ഏരിയക്കൊക്കെ നമ്മൾ പോയിട്ട് വരും. പിന്നെ ഇനി നാളെ ട്രക്കിംഗ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്താം. നമുക്ക് നൈറ്റ് ഇവിടെ അവരെ ക്ലാസ്സും പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടുതൽ പ്ലാൻ അവർ പറഞ്ഞിട്ടില്ല. ഒരാളുകൾ അനുസരിച്ചിട്ടാണ് സാറ് പ്ലാൻ ചെയ്തിട്ട്. അല്ല, ക്ലാസ് എടുക്കാൻ വേറെ ആള് ഉണ്ടാവും. താമസിക്കുന്നത് ഇതിന്റെ ബാക്കിൽ തന്നെ. ഇത് ഫുള്ള് ഇനി പറമ്പിക്കുളത്തിന്റെ സ്റ്റേ ഏരിയാസ് ആണ്. ഇതിന്റെ ഉള്ളിൽ ടെന്റുകളുണ്ട്. നമുക്ക് കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ടെന്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോമെട്രി ഉണ്ട്. 10-30 ആൾക്കാർക്ക് താമസിക്കാനുള്ള ഡോമെട്രി ഉണ്ട്. ഏകദേശം കുറെ സ്റ്റേ ഉണ്ട്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ സ്റ്റേ ഒക്കെ ഇതിന്റെ ഉള്ളിലാണ്. ഈ കാണുന്ന പുറത്തുനിന്നിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ചാർജസ് നിങ്ങൾക്ക് പറമ്പിക്കുളത്തിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതൊക്കെ സഫാരിക്കുള്ള വാഹനങ്ങളാട്ടോ. ഇവിടെ തേന് മറ്റുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. കണ്ടെയ്നർ ഷോപ്പാണ്. അടിപൊളിയായിട്ടുണ്ട് ഒരു കണ്ടെയ്നർ ഷോപ്പ്. സഫാരി ജംഗിൾ സഫാരി റൂട്ട് മാപ്പ് കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇതാ ഇവിടെ കിടക്കുന്ന ഡാമാണ്. നമ്മളിപ്പോൾ ഈ സ്പോട്ടിലല്ലേ ഉള്ളു? ഡാമിൻ്റെ അവിടെ അല്ലേ? എവിടെ? ഈ ഭാഗത്താണല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ ട്രക്കിങ്? 8. ആ പക്ഷേ ഇവിടുന്ന് ഇതായി കന്നിമരത്തേക്ക് 13 കിലോമീറ്റർ ആണല്ലോ കാണിച്ചിട്ടുള്ളത്. അങ്ങോട്ട് പോവില്ലേ? വെബ്സൈറ്റിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ നമ്പർ ഉണ്ടാവും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ അവർ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തരും. പക്ഷേ ഇതിലിവിടെ ഒരു ഐലൻഡ് സ്റ്റേ ഉണ്ട്. ആ ഐലൻഡ് സ്റ്റേക്ക് നിങ്ങൾ ഓൾറെഡി നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരണം. അത് 7 പേർക്ക് വരെ ആ സ്റ്റേയിൽ നിൽക്കാം. എത്ര വരുന്നത്? അത് 10,000 ഞങ്ങളെ കഴിഞ്ഞ ഗൈഡൻ ശ്രീകുമാർ 2 മാസമായി. ശരിക്കും നല്ല പച്ചപ്പായിരുന്നു ഇവിടെ. ഇപ്രാവശ്യം ഭയങ്കര ഇപ്പൊ എന്താ അറിയാളെ നമ്മളെ കാട്ടുപോത്തിനുണ്ട് ഭയങ്കര ഭാഗ്യം. ഒരു പന്നിനെ പോലും കാണില്ല എന്ന് പറഞ്ഞു. പന്നിനെ പോലും ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. ചിലപ്പോ നാളെ ട്രക്കിങ്ങിന് വല്ലതും കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അക്ബർക്ക് ഒരു കുരങ്ങനെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാണ് കേട്ടോ. അക്ബർക്ക കിട്ടിയില്ലേ? ഓ ടൈഗർ ആണല്ലോ. പറമ്പിക്കുളം ക്യാമ്പിനടുത്തുള്ള ഹോട്ടലിനടുത്താണ് ഈ ഒരു ഏരിയ കേട്ടോ വരുന്നത്. അപ്പോൾ കുരങ്ങനെ നന്നായിട്ട് ഈ ഭാഗത്ത് എപ്പോഴും കുരങ്ങുണ്ടാവും. ആ കുരങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കുരങ്ങനെ നന്നായിട്ട് പോസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരെ ഒരു ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ ആദിവാസികളെ ഒരു ഡാൻസും നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അതോടെ ഇന്നത്തെ ദിവസം കഴിയും. പിന്നെ ബാക്കിയുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ നാളെയാണ് കേട്ടോ. നമ്മൾ അക്ബർക്കും ഷിയാബും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല കേട്ടോ. മറ്റുള്ള നന്നായിട്ട് പോസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ എത്ര ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് ഇത്ര സഹകരിച്ചിരുന്നത്. ആ റാഫ്റ്റിംഗ് അല്ലേ? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ഫസ്റ്റ് റാഫ്റ്റിംഗ് ആണ് പോകുന്നത് കേട്ടോ. മോളായിട്ടുള്ള ഇതല്ലേ അതിൽ യാത്ര ചെയ്യും. അവര് ദ്വീപിലേക്ക് യാത്ര ചെയ്യും. പോയോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ മാനിനെ കണ്ടു കേട്ടോ. അപ്പൊ രണ്ടാമത്തെ മൃഗങ്ങൾ. ഓക്കെ